നേവൽ ആൻറ്റി ഷിപ്പ് മിസൈലാണ്. നേവൽ ഷിപ്പ് ടു ഷിപ്പ്. അത് നമ്മുടെ ഇന്ത്യൻ വെർഷൻ. NASM അത് നമ്മുടെ ഇന്ത്യൻ വെർഷനാണ്. അപ്പോൾ അത് പിന്നെ 300 to 500 കിലോമീറ്ററിന് ദൂരെ അടിക്കും. അപ്പോൾ അതും ഈ സുദർശന ചക്രപ്പെടുന്നതാണ്. ഈ പ്രതിരോധ ഞാൻ ഈ ഡിസ്കസ് ചെയ്യുന്നതെല്ലാം സുദർശന ചക്രയുടെ ഒരു ഭാഗമാണ്. പിന്നെ ഡിസ്കസ് ചെയ്യാത്ത ആകാശ് മിസൈലൊക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഇതിനകത്ത് വരും. അപ്പം ഇത് ക്രൂയിസ് ആൻറ്റി ഷിപ്പ് മിസൈൽ. ക്രൂയിസ് എന്ന് പറയുന്നത് സബ്സോണിക് ആണ്, സൂപ്പർസോണിക് അല്ല, ശബ്ദത്തിന്റെ താഴെ. അത് മനഃപൂർവ്വം ഡെലിബറേറ്റ് ആണ്. ലോകത്തിലെ എല്ലാ ആൻറ്റി ഷിപ്പ് മിസൈൽസും ഇങ്ങനെയാണ്, സബ്സോണിക് ആണ്. അത് കഴിഞ്ഞ് താര ഗ്ലൈഡ് ബോംബ്, HGV, താര ഗ്ലൈഡ് ബോംബ്, അതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്. ഈ ഗ്ലൈഡ് മിസൈൽസ് അത് നമ്മുടെ ബ്രഹ്മോസ് 2 അതിനകത്തുണ്ട്. ബ്രഹ്മോസ് 2 ബ്രഹ്മോസ് 2. ഞാൻ കമ്മിങ് ടു ദാറ്റ്. ബ്രഹ്മോസ് 2 ഈ HGV താര ഗ്ലൈഡ് ബോംബുണ്ട്. അത് ഇങ്ങനെ പോയിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ട് വരുന്നതാണ്. അത് കഴിഞ്ഞ് S-400 സിൽഗുരിയിൽ കോറിഡോറിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അത് ചൈനയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതൊരു വലിയ ഗെയിം ചേഞ്ചറാണ്, പഴയ S-400. അത് കഴിഞ്ഞ് 90 ബ്രിഡ്ജസും ഇതും ടണൽസും നമുക്ക് പോകാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു ഈ ചൈനയുടെ ബോർഡറിലോട്ട്. അപ്പോൾ ജമ്മു കാശ്മീരിന് ലഡാക്കിലോട്ടും സിയാച്ചിൻ ഗ്ലേസിയേഴ്സിനും പോകാനായിട്ട് നമ്മൾ ഈ ഏപ്രിൽ സിജുല പാസ്. അപ്പോൾ എല്ലാം കൂടെ ബ്രിഡ്ജസും ടണൽസും എല്ലാം കൂടെ 90 എണ്ണമായി. ആ 90 എണ്ണം നമ്മൾ ഇത് ചെയ്തു, ഉദ്ഘാടനമായി. അതൊരു വലിയൊരു വറിയാണ് ചൈനയ്ക്ക്. പഴയ പോലത്തെ പരിപാടികൾ നടക്കില്ല. അത് കഴിഞ്ഞ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. നമുക്ക് യുറേനിയം പ്ലൂട്ടോണിയം വെച്ചിട്ടാണ് നമ്മൾ ബോംബൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ യുറേനിയം പ്ലൂട്ടോണിയം നമുക്ക് വളരെ കുറവാണ്. മൈനൊക്കെ നമ്മുടെ കയ്യിൽ കുറച്ച് സ്റ്റോറേജ് ആണ്. പക്ഷേ ഇത് തോറിയത്തിൽ നിന്ന് എടുക്കുന്നതാണ്. ഇത് നമ്മുടെ ഇഷ്ടം പോലെയുണ്ട്, നമ്മുടെ കേരള തീരത്ത് വരുന്ന സാധനം. അപ്പോൾ ഇത് കൽപ്പകത്ത് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ ഇപ്പോൾ കഴിഞ്ഞ മാസം മെയ്യിൽ, അതായത് ജൂൺ ഫസ്റ്റ് വീക്കിനോ മെയ് ലാസ്റ്റ് വീക്ക് അത് പ്രവർത്തനം തുടങ്ങി. അപ്പോൾ ഇഷ്ടം പോലെ മറ്റേ ന്യൂക്ലിയർ സാധനങ്ങൾ നമുക്ക് ഫാസ്റ്റ് ബ്രീഡർ, അതും വളരെ ചീപ്പായിട്ട്, അൺഇൻറ്ററപ്റ്റഡ്. പിന്നെ ചൈന അല്ല, ഇനി വരുന്നുണ്ട് പ്രളയ് മിസൈല് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ. ബാലിസ്റ്റിക് മിസൈൽ 1500 കിലോമീറ്റർ റേഞ്ച്, 1 ടൺ. ബങ്കർ ബസ്റ്ററും ആണത്. അഗ്നി 5 ബങ്കർ ബസ്റ്ററാണ്, ഇതും ബങ്കർ ബസ്റ്ററാണ്. അതായത് ബങ്കറുകൾക്ക് പിന്നെ ഇത് ഇതിന്റെ ഈ അക്യുറസി ഉണ്ട്, നമ്മൾ കൊള്ളിക്കുന്ന അതിന് CP എന്നാണ് പറയുന്നത്, സർക്കുലർ എറർ പ്രോബബിൾ എന്നാണ് അതിന് പറയുന്നത്, CEP. അപ്പം ഇതിന് 10 മീറ്റർ അകത്ത് അത് വീഴും, നമ്മുടെ ടാർഗറ്റിന്റെ ഏറ്റവും സമീപത്ത് തന്നെ. അതെ, വളരെ അക്യുറസി ഉള്ളതാണ്. പ്രളയ മിസൈൽ ഇപ്പം ഗലത്തെ ബേസിൽ ആൻഡമാൻസിൽ നമ്മൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അത് അവിടെ ഇരുന്നുകൊണ്ട് 1500 കിലോമീറ്റർ ചുറ്റിനുള്ള സകല സ്ട്രൈറ്റ് ഹോർമിസ് ഒരെണ്ണം വെച്ചിട്ടാണ് ഇറാൻ കളിച്ചത്. ചൈനയുടെ സകല കപ്പലുകളും പൂട്ടിക്കും ഗലാത്തെ ബേസിൽ. അത് പുറകെ വരുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് LRLASM എന്ന് പറഞ്ഞ ടോം ഹോക്ക്, ഫേമസ് ആയിട്ടുള്ള അമേരിക്കയുടെ ടോം ഹോക്ക് മിസൈലിൻ്റെ കൗണ്ടറാണ്. അപ്പോൾ അത് നമ്മൾ ഉദ്ഘാടനമായിട്ടുണ്ട്. അതും ന്യൂക്ലിയർ വാർഹെഡ് അതിലടിക്കാം, LRLASM ഘടിപ്പിക്കാം. പിന്നെ ഫയർ ആൻഡ് ഫോർഗെറ്റ്. അപ്പോൾ അത് 1 മീറ്ററാണ് അതിൻ്റെ CEP. 1 മീറ്ററിനകത്ത് അത്ര ഭയങ്കര അക്യുറസി ഉള്ളതാണ് CEP. ഇത് നമ്മൾ പറയണതല്ല, ഇന്ത്യക്കാർ പറയണതല്ല, വെളിയിൽ നിന്നുള്ളവരാണ് പറയുന്നത്. നമ്മളെ കുറിച്ച് അവര് പറയുന്നതാണ്. ടോം ഹോക്ക് ഇത് ചൈനയുടെ DF-10 എന്ന് പറഞ്ഞ മിസൈലിന് കൗണ്ടറായിട്ടുള്ള, അത് വർക്ക് ചെയ്യുമെന്ന് അറിഞ്ഞൂടാ, നമ്മുടെ വർക്ക് ചെയ്യും. പിന്നെ അടുത്തത് സ്ക്രാംജെറ്റ് എന്ന് പറഞ്ഞ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി. അത് 3 രാജ്യങ്ങൾക്ക് ഉള്ളത്. അത് ഈ ക്രൂയിസ് അല്ല, നമ്മുടെ ബ്രഹ്മോസ് 2 സ്ക്രാംജെറ്റ് വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നമ്മൾ ഗിയറിട്ട് കാർ ഓടിക്കില്ലേ,
അപ്പോൾ ഗിയർ മാറ്റുമ്പോഴല്ലേ ഇറങ്ങും. അതേസമയം സൈക്കിളാണെങ്കിലും അതിൻ്റെ പവർ വരുന്നത് ചവിട്ടുമ്പം സ്പീഡ് കൂടി, അത് ഒരിടത്തൊന്നും എടുക്കുന്നില്ല, ഈ ചവിട്ടലിൽ നിന്നാണ്. അപ്പം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്വയം പ്രവർത്തിക്കുന്ന അതിൻ്റെ അതായത് സഞ്ചരിച്ചു കമ്പസ്റ്റ്, ഈ പറയുന്ന സാറിപ്പ് പറഞ്ഞ കമ്പസ്റ്റിൽ നിന്ന് തന്നെ അതിന് ഊർജം കൂടുതൽ കിട്ടി. അതെ, അങ്ങനെ കിട്ടിപ്പോവും. അതിന് പ്രൊപ്പല്ലറൊന്നുമില്ല, സ്പീഡ് കൂടുക. മറ്റതിന് പ്രൊപ്പല്ലറുണ്ട്, ജെറ്റ് എഞ്ചിൻ. ഇതിന് പ്രൊപ്പല്ലർ, ഇത് ഭയങ്കര HGV എന്നാണ്, ഇത് വലിയ കൂടിയ സാധനമാണ്. അത് ഈ ബ്രഹ്മോസ് 2-ലുണ്ട്. അത് കഴിഞ്ഞിട്ട് പ്രളയ് ഇൻസ്റ്റാൾ ചെയ്തു. പിന്നെ അഗ്നി 6 അഡ്വാൻസ്ഡ് വെർഷൻ ആളുകളെയൊക്കെ ഒഴിപ്പിച്ചു. 15,000 ആളുകളെ ഒറീസയിൽ ചാന്ദിപ്പൂരിൽ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് ഈ മാസം. പരീക്ഷണം ചിലപ്പോൾ ഇന്നായിരിക്കും, നാളെ ആയിരിക്കും, നമുക്ക് അറിഞ്ഞൂടെ. ഇപ്പം തന്നെ ഉണ്ട്. പിന്നെ എനി ടൈം നൗ നമ്മുടെ BAS, നമ്മുടെ സ്പേസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് BAS, ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ, സ്പേസ് സ്റ്റേഷൻ BAS. അതിൻ്റെ ഫസ്റ്റ് വ്യോമമിത്ര, അതൊക്കെ പത്രത്തിൽ എല്ലാവരും വായിച്ചാണ്, ഞാൻ പ്രേക്ഷകരെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നത്. വ്യോമമിത്ര നമ്മുടെ ബാലകൃഷ്ണൻ നായർ, മറ്റേ പ്രശാന്ത്, നിങ്ങളുടെ പേര് തന്നെ, പ്രശാന്തിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, ഗ്രൂപ്പ് ക്യാപ്റ്റനെ മറ്റോണം. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതങ്ങനെ, അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമായി. നമ്മൾ സ്പേസ് സ്റ്റേഷൻ അത് 2027-28 ആവും. പക്ഷെ അതിൻ്റെ ബാക്കിയുള്ള പരീക്ഷണങ്ങളാണ്, കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ട്. പിന്നെ ഈ ചൈനയ്ക്ക് ഒരിക്കലും ഉറങ്ങാൻ പറ്റാത്ത ലിത്തോഗ്രാഫി എന്ന് പറയുന്ന, മറ്റേ നെതർലാൻഡ്സിൽ നമ്മുടെ മോഡിജി പോയില്ലേ, ചിപ്പ് ചിപ്പ് ഉണ്ടാക്കുന്ന അതായത് പിന്നെ പ്രിന്റർ, സിലിക്കോൺ വാഫർ അത് പ്രിന്റ് ചെയ്യുന്ന സാധനമാണ്. അത് 90% ലോകത്ത് പ്രൊഡക്ഷൻ ഇവർക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ ജപ്പാനേ ഉള്ളൂ. ജപ്പാൻ്റെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത് നമുക്ക് ഇന്ത്യയിൽ ഉണ്ടാക്കാനായിട്ട് കരാറ്, അത് ഒപ്പുവയ്ക്കാനാണ് അദ്ദേഹം പോയത്. പക്ഷേ എന്തിനാണ്, വീണ്ടും ഞാൻ മറ്റേ ഇത് പറഞ്ഞ പോലെ ഇത് സ്ട്രാറ്റജിക് മിലിറ്ററി ആംബിഗ്വിറ്റി ഉള്ളതുകൊണ്ടാണ് ഇതിനെപ്പറ്റി പത്രത്തിലൊന്നും ഇല്ലാത്ത. അപ്പം ലിത്തോഗ്രാഫി നെതർലാൻഡ്സിൽ നിന്ന് ആയിക്കഴിഞ്ഞു. അപ്പം ഇവിടെ നമുക്ക് തൈവാൻ വേണ്ട, ആരും വേണ്ട, ഇതില്ലെങ്കിൽ ഒന്നും ചെയ്യും, ഒരു മിസൈലും വർക്ക് ചെയ്യില്ല ഈ ലിത്തോഗ്രാഫി ഇല്ലെങ്കിൽ. അതാണ് അതിൻ്റെ കണക്ഷൻ. പിന്നെ 16-ാമത്തത് ഫ്രാൻസുമായിട്ടുള്ള റഫേലിൻ്റെ കാര്യങ്ങൾ പത്രത്തിലൊക്കെ അടിച്ചു. പക്ഷെ എന്തോന്നാണെന്ന് പബ്ലിക്കിന് അറിഞ്ഞുകൂടാ. അവർ ചെയ്യുന്ന കഴിഞ്ഞാൽ ടെക്നോളജി ട്രാൻസ്ഫറാണ്. ഫ്രാൻസ് സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം അത് ഉടക്കി നിന്നു. അതുകൊണ്ടാണ് നമ്മൾ വേറെ പോയത്. അപ്പം ഈ ടെക്നോളജി ട്രാൻസ്ഫറും സോഴ്സ് കോഡ് ട്രാൻസ്ഫറും ഉണ്ട്. അത് തരാതെ നമുക്കൊന്നും ചെയ്യാൻ വീണ്ടും ഫ്രാൻസിൻ്റെ അടുത്ത് പോയി ചോദിക്കണം. F-16 അമേരിക്കക്കാരുടെ പരിപാടി അതാണ്, കൊടുക്കില്ല സോഴ്സ് കോഡ്. അപ്പോൾ അത് നമുക്ക് കിട്ടി. സെയിം തന്നെ Su-57 റഷ്യ എന്നുള്ളത് നമുക്ക് കിട്ടി. അവരുടെ Su-57 ഇവിടെ മാനുഫാക്ചർ ചെയ്യും, റഫേൽ മാനുഫാക്ചർ ചെയ്യും. മാത്രമല്ല, നിങ്ങൾ മാനുഫാക്ചർ ചെയ്യണം, ഞങ്ങൾക്കൂടെ തരണമെന്ന് ഫ്രാൻസ് പറഞ്ഞിട്ടുണ്ട്. അത് ഉണ്ടാക്കി അവർക്ക് കൊടുക്കാം. ചീപ്പാണ്. Su-57 അതാണ്. റഷ്യയിൽ ഇപ്പം ആകെ പ്രശ്നമാണ്. അപ്പം നിങ്ങളവിടെ ഉണ്ടാക്കിക്കോ എന്നാണ് റഷ്യക്കാർ പറയുന്നത്. അത് റഷ്യയും ഫ്രാൻസും തമ്മിലുള്ള ഒരിതാണ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവരുടെ ആരുടെ നിന്നെങ്കിലും ഒരാളെ വാങ്ങിച്ചാൽ ഇവർ ഒരാൾക്ക് നഷ്ടമാണ്, മറ്റേ ഉടക്കും. അപ്പം രണ്ടുപേര് ഉടക്കിയാൽ നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ രണ്ടുപേരും മത്സരിക്കുകയാണ് നമുക്ക് ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാം. അപ്പം ഇതിങ്ങനെ ആവശ്യമുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ലേറ്റസ്റ്റ് നമ്മൾ ബ്രഹ്മോസ് 2 ഉദ്ഘാടനമായി. ബ്രഹ്മോസ് 2 ബ്രഹ്മോസ് 1 തന്നെ ഇവിടെ ആളുകൾ കിടന്നുറങ്ങാൻ നോർത്തില്ല, ചൈനയ്ക്കും ആർക്കും. ഇവിടെ എല്ലാവരും വിയറ്റ്നാമും സകലവരും വന്ന് അത് തരുമോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുക. ഇത് ഭയങ്കര കപ്പാസിറ്റി ഉള്ള S-500 അല്ല, S-500 ഇതാണ് ഡിഫെൻസീവ് ആണ്. ഇത് പിന്നെ ഒഫൻസീവായിട്ടുള്ള ഇത് ഭയങ്കര ഒരു ഗെയിം ചേഞ്ചറാണ്. ഞാൻ AD-2 പറ്റി പറഞ്ഞില്ലേ, അതേപോലെ ഗെയിം ചേഞ്ചറാണ്. അത് ടോപ്പ് ക്ലാസിഫൈഡ് ആണ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. അത് സ്ക്രാം ജെറ്റാണ്. സ്ക്രാം ജെറ്റാണ് അതിനകത്തുള്ളത്. ഭയങ്കര പവർഫുൾ ആണ്. അന്ന് തന്നെ അത് തന്നെ ഈ ഗ്ലൈഡ് വെഹിക്കിൾ പോലും പോലെ ഇതെല്ലാം ഉണ്ട്. ഗ്ലൈഡ് വെഹിക്കിളുണ്ട്, ഗ്ലൈഡ് ബോംബുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ
ഈ സ്ക്രാംജെറ്റ് ഭയങ്കര എക്സ്പ്ലോസീവ് പവറുള്ള ഇതാണ്. ഈ പിന്നെ ആക്യുറസിയും വളരെ അത് പിന്നെ ആക്യുറസി ഉണ്ട്. പിന്നെ അത് നമ്മൾ ഉണ്ടാക്കി, റഷ്യയല്ല ഉണ്ടാക്കിയത്, നമ്മള് ബ്രഹ്മോസ് 2 അവരെല്ലാം ഉണ്ടാക്കിയത്, നമ്മളുണ്ടാക്കി റഷ്യക്ക് കൊടുക്കാൻ പോകുന്നു. ടോപ്പ് സീക്രട്ട് ആണ്. റഷ്യക്ക് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ പോകും. ഇത്രയും എങ്ങനെ ചൈനക്കാർ, ഇതൊക്കെയാണ് ചൈനയുടെ ഉറക്കം. അതാണ് അതിനകത്തുള്ള സംഗതി. അപ്പം ഇതൊരു ഭയങ്കര ലീഫ് ഫ്രോയിങ്. അതായത് നമ്മള് ആയുധങ്ങളുടെ കാര്യത്തിൽ, മിസൈലുകളുടെ കാര്യത്തിലൊക്കെ സ്വയം പര്യാപ്തമായിരിക്കുന്നു ഇന്ത്യ. അല്ല ഇതുപോലുള്ള ഭയങ്കര കിടിലൻ വെപ്പൺസ് ഇതെല്ലാം ചൈന പോലുള്ള രാഷ്ട്രങ്ങൾക്ക് ഉറക്കമില്ലാത്ത, പിന്നെ അമേരിക്കയ്ക്ക് ബിസിനസ് ഇല്ല, നമ്മൾ വാങ്ങിക്കില്ലല്ലോ. ഈവൻ റഷ്യക്ക് പോലും, റഷ്യക്ക് വേറെ നിവൃത്തിയില്ല, ഇന്ത്യയോടെ ചേർന്ന് തന്നേ പറ്റുള്ളൂ. പിന്നെ ഇത് എന്തിനാണ് ഇതൊക്കെ നമ്മൾ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ, അതായത് ഹോർമിസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ സ്ട്രൈറ്റ് വെച്ച് ഇറാൻ എല്ലാവരെയും മുട്ടുകുത്തിച്ചു. ലോകത്തുള്ള എല്ലാവർക്കും പണി കൊടുത്തു, അമേരിക്കയ്ക്ക് ഒഴിച്ച്. അമേരിക്കയ്ക്ക് ഓയിൽ പ്രൊഡക്ഷൻ കൂടി, നമ്മളെപ്പോലുള്ള രാഷ്ട്രങ്ങൾക്ക് പണി കിട്ടി, ജപ്പാന് പോലും, സൗത്ത് കൊറിയയ്ക്ക് പോലും. അപ്പം നമ്മൾ തിരിച്ച് ഇതേപോലെ ഹോർമിസ്, നമ്മുടെ കയ്യിൽ കുറേ ഹോർമിസ് ഉണ്ടെങ്കിലോ നമ്മൾ അത് കൂട്ടിയാലോ. ഞാൻ ഈ പറയുന്ന വെപ്പൺസ് എല്ലാം, പ്രത്യേകിച്ച് ഗലത്തെ ബേസിൽ ഒരു പ്രളയ് മിസൈൽ വെച്ചാൽ ചൈനയുടെ മൊത്തം ഷിപ്പിംഗ് ചാനൽ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. മലാക്ക സ്ട്രൈറ്റ് വഴിയാണ് ചൈനയുടെ, വേറെ വഴിയില്ല. മറ്റേ ലംബോക്ക്, ഇന്തോനേഷ്യയുടെ ലംബോക്ക് വഴി വന്നാൽ അവിടെ ഈ പ്രളയമുണ്ട്. അങ്ങനെ 6 ഡിഗ്രി ചാനൽ എന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യ, ഞാൻ ഈ പറഞ്ഞ ലംബോക്ക് സ്ട്രൈറ്റും നമ്മുടെ മലാക്ക സ്ട്രൈറ്റും അല്ല നമ്മുടെ ആൻഡമാൻസിന് ഇടയിലുള്ള 6 ഡിഗ്രി ചാനൽ, ഷിപ്പിംഗ് ചാനലാണ്. ഭയങ്കര വേൾഡ് സൂപ്പർ ഹൈവേ ആണ് ഇത്, ഹോർമിസ് അല്ല. അത് കഴിഞ്ഞ് 8 ഡിഗ്രി മിനിക്കോയ്ക്കും മാൽദീവ്സ് ഇടയ്ക്കാണ്. അത് കഴിഞ്ഞ് 9th ഡിഗ്രി ലക്ഷദ്വീപിനും മിനിക്കോയ്ക്കും. പിന്നെ 10 ഡിഗ്രി ആൻഡമാനും നിക്കോബാറിന് ഇടയിലുള്ള ഗാലത്തെ ബേ അവിടെയാണ്. അത് കഴിഞ്ഞ് ഡങ്കൻ പാസേജ് എന്ന് പറഞ്ഞാൽ ബംഗാൾ ഓഷനും ആൻഡമാൻസിൻ്റെ ഇടയിലുള്ളതാണ്. പിന്നെ പാക് സ്ട്രൈറ്റ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്ക എന്ന് പറഞ്ഞാൽ, എന്നാൽ പിന്നെ ശ്രീലങ്ക വഴി പോകാം ആഫ്രിക്കയിലോട്ടെന്ന് ചൈന വിചാരിച്ചു കഴിഞ്ഞാൽ അതിനും സമ്മതിക്കില്ല. അവിടെ പാക് സ്ട്രൈറ്റും പിടിക്കും. ഇത് പാക് സ്ട്രൈറ്റ് പിടിക്കണമെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വെച്ചാൽ മതി. ട്രിവാൻഡ്രത്താണ് പ്രളയ വയ്ക്കാൻ പോണത്. വെച്ചോ, എനിക്ക് അറിഞ്ഞൂടെ, വെച്ച് കാണും, വി ഡോണ്ട് നോ. അതൊക്കെ സ്ട്രാറ്റജിക് അംബിഗ്വിറ്റി പെടുന്നതാണ്. അപ്പൊ പ്രശാന്ത് പറ, എങ്ങനെ പാകിസ്ഥാനെ വിട്, പ്രതി അന്തം വിട്ട എന്തും ചെയ്യുമെന്ന് പറഞ്ഞാൽ ചൈന അന്തം വിട്ടിരിക്കണം, പിന്നെ എങ്ങനെ പാകിസ്ഥാനെ സഹായിക്കും? ചൈന എന്ന് രക്ഷപ്പെടുമെന്നുള്ളത്. അപ്പൊ ഇതുകൊണ്ടാണ് ഒരു രാജ്യം നമ്മുടെ ഷിപ്പിൽ കയറി വെടിവെച്ച് 3 പേരെ കൊന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും പാവപ്പെട്ട നാവികരുടെ ഇതൊക്കെ കൊണ്ടാണ്. ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇത്രയും സംഗതികൾ നമ്മളാണെങ്കിൽ ഡൗൺ പ്ലേ ചെയ്തിരിക്കുകയാണ്, നമ്മളിതൊന്നും പറയുന്നില്ല. അപ്പൊ ഇതൊരു വലിയ ഒരു ഗെയിം ചേഞ്ചറാണ്. എന്താ പറയുക, ശരിക്കും ഭാരതം ടോപ്പ് ഓഫ് ദ വേൾഡ്. സാറേ, ഏതാണ്ട് ഒരു വർഷം മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയും പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇത് പഴയ ഇന്ത്യ അല്ല, ഇത് പുതിയ ഇന്ത്യയാണ്, അത് ഓർത്ത് വേണം കളിക്കാൻ. അത് വാസ്തവത്തിൽ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ പിന്നെ അല്ല, അതിപ്പോ അക്ഷരാർത്ഥത്തിൽ ശരിയായി. പിന്നെ മൻമോഹൻജി ചെറുതായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് ഫുൾ ഫ്ലെഡ്ജായിട്ട് മോഡിജി തുടങ്ങിയത്, നരേന്ദ്രമോദി. പിന്നെ എന്നാലും നമുക്ക് ഇന്ദിരാജി ചെയ്ത കാര്യങ്ങൾ നമുക്ക് വിടാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവര് നല്ല അവരെ മറ്റേ നിക്സന്റെ അടുത്ത് പോടാന്ന് പറഞ്ഞു, പോയി ഗെറ്റ് ലോസ്റ്റ് എന്നാണ് പറഞ്ഞത്. അതിന് പകരം അവരെ വളരെ മോശമായിട്ട് ഒബ്സീൻ വേർഡ് ഉപയോഗിച്ചു. അപ്പം നല്ല ഗട്ട്സ് ഉള്ളവരായിരുന്നു. വലിയ തന്ത്രം, മോഡിജിയുടെ അത്ര തന്ത്രമില്ലെങ്കിലും ഭയങ്കര ഗട്ട്സ് ഉള്ള ഒരാളാണ് ഇന്ദിരാജി. അപ്പം ഇന്ദിരാജിയുടെ പേരുടെ മോശമെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇന്ത്യ ഒരു വേറൊരു ഷേപ്പിലായത് തീർച്ചയായിട്ടും 2014 തൊട്ട്. എന്തായാലും സാർ, നമുക്ക് നമ്മുടെ ഈ നേട്ടങ്ങളിൽ അഭിമാനിക്കാം. ഒപ്പം നമ്മുടെ ശത്രുക്കൾ നിസ്സഹായരായി മാറുന്നു എന്നൊരു സത്യം കൂടിയുണ്ട്. ലോകക്രമം മാറി വരുന്ന ഈ ലോകക്രമത്തിൽ തീർച്ചയായിട്ടും ബലവാന് മാത്രമേ സമാധാനം കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ബലവാനായിരുന്ന മാത്രമേ മൈൻഡ് ചെയ്യുള്ളൂ. നമ്മുടെ സൊസൈറ്റിയിൽ പോലെ തന്നെ പണം, പവർ, മിലിറ്ററി പവർ, ഇതൊന്നും ഇല്ലാത്തവരെ മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ടാണ് യൂറോപ്യൻസ് എല്ലാം കൂടെ
ടാക്സി പിടിച്ച് ന്യൂഡൽഹിയിൽ വന്ന് ഇപ്പോൾ ട്രീറ്റിയൊക്കെ ഒപ്പിട്ടത് അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് വളരെയധികം അഭിമാനിക്കാം. കൂടുതൽ ഇത് സംബന്ധിച്ച വിവരങ്ങളുമായിട്ട് നമുക്ക് പിന്നാലെ വരാം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. വന്ദേ മാതരം.